പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അസാധാരണ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 9-ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കാൻ ED ഹൈക്കോടതിയെ സമീപിച്ചു. ജാമ്യം നൽകുന്നതിനെ എതിർക്കാതിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരിയുടെ നിലപാട് സംശയാസ്പദമെന്ന് ED. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് പോലീസും. അതേസമയം ഈ കേസിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ അപ്ഡേറ്റ് നൽകും. പറയൂ വിപിൻ. SKN EDയെ ആക്രമിച്ച സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ സഗൗരവവും തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാര്യമുള്ളത്. കാരണം അസാധാരണ നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്നലെ 9-ാം പ്രതിക്ക് ഇതിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് അവരെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത്. ഇത് സംശയാസ്പദമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് ഇതിൽ കക്ഷി ചേരുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന് മുൻപ് തന്നെ ED ഈ കേസിൽ അപ്പീലുമായി ഹൈക്കോടതിക്ക് മുൻപിൽ പോകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സർക്കാർ ഇതിൽ അപ്പീൽ നൽകുന്നേ ഉള്ളൂ, ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്. അപ്പോൾ ഇതിലൊരു ഒത്തുകളി ഉണ്ടോ എന്നുള്ള സംശയമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ പ്രതികളുമായി ചേർന്ന് ഒരു ഒത്തുകളിക്ക് ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പോലീസ് റിപ്പോർട്ട് പോലും മറികടന്നുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ വേണ്ട എന്നും ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്നതും എന്നുള്ളതും ED കണക്കാക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. CPIM നേതാക്കൾ തന്നെയാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അന്ന് അവിടെ നടന്നിട്ടുള്ളത് വലിയ ഒരു ഗൂഢാലോചനയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു അക്രമമാണ് എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED തന്നെ ഇതിൽ അപ്പീലിനായി ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ED അടക്കം ഇപ്പോഴും പറയുകയും വാദിക്കുകയും ഒരു ഘട്ടത്തിലാണ്. അതിന് വേണ്ടത്ര തെളിവില്ല എന്നുള്ളത് ഒരു പോലീസ് കണ്ടെത്തലായി വരുന്നത്. കാരണം അതിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളുടെ എല്ലാം തന്നെ ഫോണുകൾ പരിശോധിച്ചിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു പ്രതിഷേധത്തിന് എത്തിച്ചേരണം, ഈ പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് എത്തിച്ചേരണം എന്നതിനപ്പുറത്തേക്ക് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രസ്താവനയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതിനെ തള്ളുകയാണ് പോലീസ്. ഈ റിപ്പോർട്ടായിരിക്കും ഇനി പോലീസ് കൈമാറുകയും ചെയ്യുക. പക്ഷേ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്ന നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് പോലീസ് ഉള്ളത്. കാരണം പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ട 13 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അതിൻ്റെ റിപ്പോർട്ട് കൈമാറിയതാണ്. പക്ഷേ അത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കൂടിയാലോചന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ഗീനാകുമാരിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം. ഇത് തള്ളുന്ന തെളിവുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതുമാണ്. അതിനുശേഷവും ഇത്തരത്തിലൊരു നിലപാട് കോടതിയിൽ എന്തുകൊണ്ട് എടുത്തു, അത് ജാമ്യം ലഭിക്കാൻ കാരണമായി എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.